പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സോളിഡ് സ്റ്റേറ്റിലെ അടുത്ത സെക്ഷനാണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള പാഠഭാഗമാണ് ഇത്. നമ്പർ ഓഫ് ആറ്റംസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ആറ്റങ്ങളുടെ എണ്ണം എന്നുള്ളതല്ല, നമ്പർ ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്നുള്ള രൂപത്തിലാണ് ഈ ഹെഡിങ് ഇവിടെ ഉപയോഗിച്ചുള്ളത്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആറ്റങ്ങളാവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം, എന്തായാലും അതിനെയാണ് നമ്മളിവിടെ നമ്പർ ഓഫ് ആറ്റംസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ ഈ ആറ്റങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സ്ഥാനങ്ങൾ, അവയെ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്താൽ കിട്ടുന്ന സ്ട്രക്ചർ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അങ്ങനെ ഡിസ്കസ് ചെയ്ത ഭാഗത്തുള്ള 1-2 പോയിന്റുകൾ പറഞ്ഞിട്ട് അടുത്തയിലേക്ക് പ്രവേശിക്കാം. അതിലൊന്നാണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥാനങ്ങളെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പോയിന്റുകൾ, അതായത് ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സ്ഥാനങ്ങൾ നമ്മൾ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, a regular 3-dimensional arrangement of these points in space in 3-dimensional manner, we will get a crystal lattice. നമുക്കൊരു ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് 14 പോസിബിൾ 3-dimensional അറേഞ്ച്മെന്റ്സ് ഉണ്ട്. റവൈസ് ലാറ്റിസസ് എന്നാണ് അവയെ വിളിക്കുക എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടായി. ഇതിന്റെ ഒരു ചെറു രൂപമാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു യൂണിറ്റ് സെല്ലായിട്ട് പറയാറുള്ളത്. അതായത് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പാർട്ട് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് സെൽസ് പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റ് സെല്ലിൽ എത്ര കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്കറിയാം വളരെയധികം യൂണിറ്റ് സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ, ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ്. അത് 3 ഡയമെൻഷനിൽ എല്ലാ ഭാഗത്തേക്ക് ഈ യൂണിറ്റ് സെല്ലുകൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ യൂണിറ്റ് സെല്ലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് അത് ഏത് ടൈപ്പ് യൂണിറ്റ് സെല്ലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നു, ഈ ലാറ്റിസ് പോയിന്റുകൾ കണക്ട് ചെയ്ത സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നു. ഈ സ്ട്രക്ചറിനകത്ത് എത്ര കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. Therefore, the number of atoms in a unit cell has to be calculated. Here we are considering a cubic unit cell. നമ്മളിവിടെ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താണ്, ഒരു ക്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ക്യൂബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് 8 കോണറുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. 8 കോണറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, 8 കോണറുകൾക്ക് പുറമെ വേറെ ചില പ്രത്യേകതകളും കൂടി ഈ യൂണിറ്റ് സെല്ലിനുണ്ട് എന്ന് നമുക്ക് അറിയാം. ഈ കോണറുകൾക്ക് പുറമെ ഇതിന് 12 എഡ്ജസ് ഉണ്ട് നമുക്കറിയാം. ഇങ്ങനെ ചില പ്രത്യേകതകളുള്ള ഒന്നാണ് ക്യൂബിക് എന്ന് പറയുന്ന സ്ട്രക്ചർ. ആ ക്യൂബിക് സ്ട്രക്ചർ യൂണിറ്റ് സെല്ലില് നമുക്ക് 3 തരത്തിലുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ സെന്റേർഡ് ആയിട്ടുള്ള സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, ഇങ്ങനത്തെ 3 തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. ഇവയിലെല്ലാമുള്ള ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് നമുക്ക് അറിയാവുന്നതാണ്. അത് കോണറുകളിൽ മാത്രമേ എന്തുള്ളൂ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളൂ. The constant particles are present only at the 8 corners. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പേസ് ഫില്ലിംഗ് സ്ട്രക്ചർ ആണ്. അതായത് പരമാവധി സ്പേസ് ഒക്യുപ്പൈ ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഇതിൽ സ്പേസ് ഫില്ലിംഗ് അല്ലാത്ത സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാവുന്നതാണ്. ഓപ്പൺ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ സിമ്പിൾ ക്യൂബിന്റെ ഓപ്പൺ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ സ്പേസ് ഫില്ലിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സ്ട്രക്ചർ ആവാം, സ്പേസ് ഫില്ലിംഗ് സ്ട്രക്ചർ ആവാം. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ കോണറുകളിൽ എങ്ങനെയാണ് ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആറ്റംസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഇൻ ദി പ്രിമിറ്റീവ് യൂണിറ്റ്സ്. In a crystal lattice, every corner is shared. In a cubic crystal lattice, every corner is shared by, so how many corners are there? 8 corners are there. So all these 8 corners are shared by constant particles. Okay, all these corners are occupied by the constant particles. But the problem is each of these corners are shared by other unit cells. ഈ ഓരോ കോർണറും മറ്റ് യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോർണർ എന്ന് പറയുന്നത് അത് എത്ര യൂണിറ്റ് സെല്ലിന് ബാധകമായിരിക്കും?
each and every corner in this particular cubic unit cell is shared by 8 adjacent unit cell. 8 മറ്റ് യൂണിറ്റ് സെല്ലുകളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതൊരു 3-dimensional റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ് യൂണിറ്റ് സെൽ. അങ്ങനെയാണ് നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 3-dimensional റിപ്പീറ്റിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ എല്ലാ ഭാഗത്തും 3-dimensionally surrounded by 8 other. Each corner is surrounded by 8 other unit cell. Therefore, ഓരോ കോർണറിലുമുള്ള ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, വി ആർ കൺസിഡറിംഗ് ദിസ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആസ് സ്ഫിയേഴ്സ്. ഇത് സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നും കൂടി നമ്മൾ ഓർക്കണം. സോ ഈച്ച് ഓഫ് ദീസ് സ്ഫിയേഴ്സ് വിച്ച് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് shared by 8 other unit cells. 8 other, total 8 unit cells are shared this particular കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ 8 യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊരു ചെറുനാരങ്ങ, അതിന്റെ സെന്റർ, ഈ സെന്ററിലൂടെ നമുക്ക് ഇങ്ങനെ 8 പീസാക്കി മാറ്റാൻ വേണ്ടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരു ഭാഗം എത്ര ഉണ്ടാവും, ഈ മൊത്തം ചെറുനാരങ്ങയുടെ 1/8 പോർഷനെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ കണക്കാക്കിയാൽ ഓക്കെ. അപ്പോൾ 8 പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിൽ ഒരു പോർഷനെ ഈ കോർണറിൽ നമ്മുടെ യൂണിറ്റ് സെല്ലിന് അവകാശപ്പെട്ടുള്ളത് കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. Okay, so therefore only 1/8 of that constant particle belong to that particular unit cell. ആ ഒരു പ്രത്യേക യൂണിറ്റ് സെല്ലിന് ഈ 1/8 പോർഷനെ കിട്ടുള്ളൂ. Okay, hence there are 8 atoms because 8 corners are there. 8 corners, 8 കോർണർ ഇല്ലേ ആ യൂണിറ്റ് സെല്ലിന്. ഓരോ കോർണറിലുമുള്ള 1/8 പോർഷൻസ് കിട്ടിയാൽ ആക്ച്വലി അത് എന്തായി, 1/8 + 1/8 + അങ്ങനെ 8 1/8 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഫുൾ പോർഷൻ ആയല്ലോ ഇല്ലേ. ഒരു ചെറുനാരങ്ങയുടെ നിങ്ങൾക്ക് 1/8 പോർഷനാണ് കിട്ടിയത്, അടുത്ത ആൾക്ക് 1/8 പോർഷനാണ് കിട്ടിയത്, അതിന്റെ അടുത്ത ആൾക്ക് 1/8 പോർഷനാണ് കിട്ടിയത് അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് 8 1/8 പോർഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഫുൾ ചെറുനാരങ്ങയുടെ ഫലം ചെയ്യുള്ളൂ. അതുപോലെ the total number of atoms in one unit cell is equal to 8 corners. So 8 into ഓരോ കോർണറിലും 1/8 പോർഷൻ. So 8 into 1/8 is equal to 1. അപ്പൊ എത്ര കിട്ടി? Thus 1 atom is present in that primitive unit cell. അപ്പൊ അതിലാകെ എത്രയേ ഉള്ളൂ? ഒരാറ്റമേ ഉള്ളൂ. ആ ഒരാറ്റം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണക്കാക്കണം. അത് ഓരോ കോർണറിലുമുള്ള 1/8ന്റെ പോർഷൻസ് കൂട്ടിയാൽ കിട്ടുന്നതാണ്. അങ്ങനെ 8 കോർണറുകൾ ഉണ്ടായതുകൊണ്ട് 8 into 1/8 എന്ന് നമ്മൾ ചെയ്തു എന്ന് മാത്രം. അങ്ങനെയാണ് നമ്മൾ അതിനെ, അല്ലാതെ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മൊത്തമായിട്ട് അതിലിരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് അല്ല, മറിച്ച് അതിന് അവൈലബിൾ ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്, ഭാഗങ്ങൾ എന്ന് പറയുന്നത് 8 into 1/8 is equal to 1 ആണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണ്. ബോഡി സെന്റേർഡ്, അത് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ മറ്റൊരു ഭാഗമാണ്, സെന്റേർഡിന്റെ ഭാഗത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നേരത്തെ കണ്ടത് നമ്മൾ പ്രിമിറ്റീവ് ആയിരുന്നു എന്ന് ഓർക്കുക. ഇവിടെ നമ്മൾ ഈ സ്പേസ് ഫില്ലിംഗ് മോഡൽ നമ്മൾ കണ്ടത് ഓർക്കുക. ഇതില് കോർണേഴ്സിലെല്ലാം 8 corners are occupied by these constant particles. In addition to this, one constant particle is present at the center. One constant particle is present at the center of this unit cell. അത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞത് പ്രിമിറ്റീവ് ആയിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി ഇതിലുണ്ട്, അത് നമുക്കറിയാം. അങ്ങനെ എത്ര ഉണ്ട്? 8 corners ഉണ്ട്, ഓരോ കോർണറിലും 1/8 ഉണ്ട്. അപ്പൊ 8 into 1/8 it is there അല്ലേ. അപ്പൊ ബോഡി സെന്ററിൽ ഇതല്ലല്ലോ പ്രധാനമായിട്ടും ഇനിയുള്ളത് ഇതിന്റെ സെന്റർ ഓഫ് ദ ബോഡിയിൽ മൊത്തമായിട്ട് ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇരിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമായിട്ടും ഷെയർ ചെയ്യുന്നില്ല. സെന്ററിൽ ഇരിക്കുന്നത് ആ യൂണിറ്റ് സെല്ലിന് മൊത്തമായിട്ടും കിട്ടിയതാണ്. ഇറ്റ് ഈസ് നോട്ട് ഷെയർഡ് ബൈ എനി അതർ യൂണിറ്റ് സെൽ. അപ്പൊ അത് മൊത്തമായിട്ടും ബോഡി സെന്ററിൽ ഒന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്രയായി? കോർണറുകളിൽ മൊത്തം ഉണ്ടായിരുന്ന 8 into 1/8 is equal to 1. ബോഡി സെന്ററിൽ ഇരിക്കുന്ന 1. അപ്പൊ 1 + 1 2. ഹെൻസ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ യൂണിറ്റ് സെൽ, BCC യൂണിറ്റ് സെൽ, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഈസ് 2. 1 + 1 2. അപ്പൊ ആ സെന്ററിൽ മൊത്തമായിട്ടും ഇതിന് കിട്ടുന്നതാണ് എന്ന് നമ്മൾ മറക്കരുത്. അത് ഈ യൂണിറ്റ് സെല്ലിന് മൊത്തമായിട്ടുള്ളത്, അത് വേറെ ഒരു യൂണിറ്റ് സെല്ലിന് ഷെയർ ചെയ്ത് പോയിട്ടില്ല, കോർണർ മാത്രമേ ഷെയർ ചെയ്തുള്ളൂ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന FCC ആണ്, ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താ? ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഈസ് ഓൾറെഡി ഇത്. പ്രിമിറ്റീവ് ഉണ്ടെന്ന് ഓർക്കണം, അത് മറക്കരുത്. ഈച്ച് ഓഫ് ദീസ് 8 corners ആർ occupied by 8 units, 8 these constant particles. In addition to this, അത് പ്രിമിറ്റീവിലുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അത് 8 into 1/8 എന്നുള്ള നേരത്തെ പ്രിമിറ്റീവിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഓരോ കോർണറും 8 മറ്റ് യൂണിറ്റ് സെല്ലുമായിട്ട്, അല്ലെങ്കിൽ ടോട്ടൽ 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 8 into 1/8 അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് പുറമെ ഓരോ ഫേസിലും, ഓക്കെ, ഈ ഓരോ ഫേസിലും ഓരോ constant particle ഇരിക്കുന്നുണ്ട്. The face centered cubic unit cell where the atoms are present on 8 corners,
ഇൻ അഡീഷൻ ടു ദിസ് ദ സെന്റർ ഓഫ് ഓൾ ദ ഫേസസ്. ഓരോ ഫേസിന്റെയും സെന്ററിൽ, ഈ ഓരോ ഫേസിന്റെയും സെന്ററിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടുകൾ അടുത്ത യൂണിറ്റ് സെല്ലിന് പകുതി ഷെയർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ടോട്ടലി ഈ യൂണിറ്റ് സെല്ലിന് അവൈലബിൾ ആയിട്ടുള്ളതല്ല, ഇതിന്റെ പകുതിയെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി പകുതി തൊട്ടടുത്ത യൂണിറ്റ് സെല്ലിന് അവൈൽ ചെയ്യാവുന്ന പകുതി. നമ്മൾ 1/8 എന്ന് പറഞ്ഞില്ലേ, ഒരു കോർണറിൽ ഇരിക്കുന്നത് 8 യൂണിറ്റ് സെല്ലുകളുമായി ഷെയർ ചെയ്യുന്ന പോലെ ഒരു ഫേസിൽ ഇരിക്കുന്നത് 2 യൂണിറ്റ് സെല്ലുകളുമായിട്ടായിരിക്കും ഷെയർ ചെയ്യുക. അപ്പൊ 2 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പകുതിയേ കിട്ടുള്ളൂ. അങ്ങനെ എത്ര ഫേസ് ഉണ്ട്? ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? ഒരു ക്യൂബിന് 6 ഫേസസ് ആണുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താണ്? 8 കോർണേഴ്സ് ഉണ്ട്, 12 എഡ്ജസ് ഉണ്ട്, 6 ഫേസസ് ഉണ്ട്. ഇതൊക്കെ ക്യൂബുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഫേസിലും പകുതി വീതം, മനസ്സിലാവണല്ലോ? അപ്പൊ 6 ഫേസസ്, 6 ഇൻറ്റു ഓരോ ഫേസിലും നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് കിട്ടിയ പോർഷൻ എത്രയാണ്? നമുക്ക് കിട്ടിയ പോർഷൻ 1/2 ആണ്. സോ 6 ഇൻറ്റു 1/2, 6 ഇൻറ്റു 1/2 3 ആണ് അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 1/8 പ്ലസ് 6 ഇൻറ്റു 1/2. അപ്പൊ എത്രയായി? 1 പ്ലസ് 3, 6 ഇൻറ്റു 1/2 3, 8 ഇൻറ്റു 1/2 1, സോ 1 പ്ലസ് 3 4. അപ്പോൾ ഒരു ഫേസിന്റെ യൂണിറ്റ് സെല്ലിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ആ യൂണിറ്റ് സെല്ലിന്റെ അകത്ത്, ആ യൂണിറ്റ് സെല്ലിന് അവകാശപ്പെട്ടത് എന്ന് പറയാവുന്നത് 4 ആറ്റംസ് ആണ്, അല്ലെങ്കിൽ 4 കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ 4 കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ ഊഹിക്കരുത്. ഇത് ബാക്കിയുള്ളവയുമൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്, എന്നാലും അവയുടെ എല്ലാം പോർഷൻസ് ചേർക്കുമ്പോൾ ഇതിന് ടോട്ടൽ 4 ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് ഈ 3 ഓർത്തിരിക്കുക. പ്രിമിറ്റീവ് ആണെങ്കിൽ അത് 1 ആണ്, ബോഡി സെന്റേർഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ അത് പറഞ്ഞു എത്രയാണ്, അത് 2 ആണ്, ഫേസ് സെന്റേർഡ് എത്തുമ്പോഴേക്കും അത് 4 ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ആ പറഞ്ഞതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. സിമ്പിൾ ക്യൂബ് ആണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്, അതിന്റെ സ്പേസ് ഫില്ലിംഗ് ആണ്. രണ്ടാമത് ബോഡി സെന്റേർഡ് ആണ്, അതിന്റെ സെന്റർ ഓഫ് ദ ബോഡിയിൽ ഒന്നുണ്ട്, അത് എങ്ങനെയാണ് ഷെയർ ചെയ്തത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ തേർഡ് പിക്ചർ എന്ന് പറയുന്നത് ഫേസ് സെന്റേർഡ് ആണ്. ഫേസ് സെന്റേർഡിൽ ഫേസിൽ ഓരോന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, അതേപോലെ തന്നെ കോർണേഴ്സ് ഉള്ളതും കാണാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടുള്ളത്, ഗിവ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ലാറ്റിസ് പോയിന്റ്. ഒരു ലാറ്റിസ് പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഒരു ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്ത പൊസിഷൻസിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയും. മനസ്സിലായില്ലേ? These are the positions occupied by the constant particles in a crystal lattice. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ, ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. ഓക്കെ, നെയിം ദ പാരാമീറ്റേഴ്സ് ദാറ്റ് ക്യാരക്ടറൈസ് എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിനെ എങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, ക്യാരക്ടറൈസ് ചെയ്യാൻ അറിയാം. ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ 2 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവയുടെ എഡ്ജ് ലെങ്ത്തുകളായിട്ട് നമുക്ക് പറയാം, ABC അല്ലെ, എഡ്ജ് ലെങ്ത്തുകൾ പറയാം. അതേപോലെ തന്നെ നമ്മൾ വേറെ രൂപത്തിൽ പറയുന്ന എന്താണ്, എഡ്ജ് ആംഗിൾസ് ബിറ്റ്വീൻ ദ എഡ്ജസ്. എഡ്ജസിന്റെ ഇടയ്ക്കുള്ള ആംഗിൾസ്, ആൽഫ ബീറ്റ ഗാമ എന്നുള്ള ആംഗിൾസ് നമ്മൾ പറയണ്ടായി. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഹെക്സഗണൽ, മോണോക്ലിനിക്, ഇത്തരം സാധനങ്ങൾ, ഫേസ് സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ്, ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം. ഹെക്സഗണൽ ആൻഡ് മോണോക്ലിനിക്. ഹെക്സഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഹെക്സഗണൽ എന്ന് പറയുന്നത് A = B നോട്ട് ഈക്വൽ ടു C. എയും ബിയും ഈക്വൽ ആണ്, പക്ഷെ C ഈക്വൽ അല്ല. അതേപോലെ തന്നെ ആൽഫ ബീറ്റ 90 ഡിഗ്രിയിലാണ്, എന്നാൽ ഗാമ 120 ആണ്. ഇതാണ് നമ്മൾ ഹെക്സഗണലിന് നമ്മൾ പറഞ്ഞത്. അതിന് പ്രിമിറ്റീവ് സെല്ല് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ നേരത്തെ പറയണ്ടായി. ഓക്കെ, മോണോക്ലിനിക്കിലാണ് എങ്കിൽ നമ്മൾ പറയുന്നത് എയും ബിയും സിയും ഡിഫറെന്റ് ആണ്. എയും ബിയും സിയും ഡിഫറെന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ആൽഫയും ഗാമയും 90 ആണ്. നേരത്തെ പറഞ്ഞ ആൽഫയും ബീറ്റയും 90 ആയിരുന്നു, ആൽഫയും ഗാമയും 90 ആണ്, എന്നാൽ ബീറ്റ 120 അല്ല. ഓക്കെ, ഇതാണ് എന്തിന്റെ? മോണോക്ലിനിക്കിന്റെ. ഇതിന് പ്രിമിറ്റീവ് മാത്രമല്ല എൻഡ് സെന്റേർഡും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഫേസ് സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇതെങ്ങനെ തിരിച്ചറിയാന്നുള്ളതാണ്. ഫേസ് സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ്. ഫേസ് സെന്റേർഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, എൻഡ് സെന്റേർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു, അതാണ് ചോദ്യം. ഫേസ് സെന്റേർഡ് ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യേണ്ടായി. ഈച്ച് ഇൻ സച്ച് എ യൂണിറ്റ് സെൽ ദാറ്റ് കണ്ടെയ്ൻ 1 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അറ്റ് ദ സെന്റർ ഓഫ് ഈച്ച് ഫേസ്. ഓരോ ഫേസിലും ഇൻ അഡീഷൻ ടു ദി കോർണേഴ്സ്, കോർണേഴ്സിന് പുറമെ അതിന്റെ സെന്ററിൽ ഒന്നുണ്ട്, അതിനാണ് നമ്മൾ ഫേസ് സെന്റേർഡ് എന്ന് പറയുന്നത്.
എന്നാൽ എൻ സെന്റേഡ് എന്ന് പറയുന്നത് ഇൻ സച്ച് എ യൂണിറ്റ് സെൽ വൺ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ്. നേരത്തെ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞ ഈച്ച് ഓഫ് ദ ഫേസ് ആണ്, ഇത് സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ് ഇൻ അഡീഷൻ ടു ദ കോർണേഴ്സ്. ഇറ്റ് ഈസ് ആൾറെഡി ദർ. ഓക്കെ. അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ മച്ച് പോർഷൻ ഓഫ് എൻ ആറ്റം ലൊക്കേറ്റഡ് അറ്റ് ദ കോർണർ ബോഡി സെന്റർ ഓഫ് എ ക്യൂബിക് യൂണിറ്റ് സെൽ ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് നൈബറിംഗ് യൂണിറ്റ് സെൽ. അതായത് നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താൽ അതിൽ യൂണിറ്റ് സെല്ലുകൾ ഉണ്ട്. ഇതിൽ ഓരോ യൂണിറ്റ് സെല്ലിന്റെയും കോർണേഴ്സ് എത്ര മറ്റു യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോർണറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോർണറിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ 8 എണ്ണവുമായിട്ടായിരിക്കും, 8 യൂണിറ്റ് സെല്ലുമായിട്ടായിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ബോഡി സെന്റർ ആണ് വെച്ചാൽ ഒരു സംശയം വേണ്ട, അത് ആ യൂണിറ്റ് സെല്ലിന് മാത്രമായിട്ടുള്ളതാണ്. എന്നാൽ ഫേസ് സെന്റർ ആണെങ്കിലോ, ഫേസ് സെന്റർ ആണെന്ന് വെച്ചാൽ തൊട്ടടുത്ത ഒരു യൂണിറ്റ് സെല്ല് കൂടിയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. കോർണറിലാണെങ്കിൽ അത് 8 എണ്ണവുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ബോഡി സെന്ററിലാണെങ്കിൽ അത് ആ യൂണിറ്റ് സെല്ലിന് മാത്രമായിട്ടുള്ളതാണ്. ഫേസ് സെന്റേഡ് ആണെങ്കിൽ 2 എണ്ണവുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ,